ഇത് അശ്വതി, 24 വയസ്സ്, വേണ്ട. ഇത് മായ, വയസ്സ് 22 ഉള്ളൂ. നോക്കട്ടെ. ഇതിന് വല്ല ദോഷോ കൂട്ടുദശയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കൂട്ടുദശയൊന്നുമില്ല. കല കൂട്ടുദശ ഉണ്ടെങ്കിൽ ചെക്കൻ മടിയാവേ. എത്ര വരെ പഠിച്ചു? BSc കമ്പ്യൂട്ടർ സയൻസ്. ഓ വേണ്ട. ഇതല്ല, ഇത് അർച്ചന, B.Ed കഴിഞ്ഞതാണ്, പ്രൈവറ്റ് സ്കൂളിലെ ടീച്ചറാണ്, വയസ്സ് 28, 10-8 പൊരുത്തമുണ്ട്, വേറെ ഒരു കുഴപ്പമില്ല. നോക്കട്ടെ. കൊള്ളാല്ലേ? അല്ലേ? മാധവേട്ടാ, ആ ഫോൺ അടിക്കുന്ന കേക്കണ്ടേ? ഹലോ ഹലോ, അർച്ചന, അവര് വന്നില്ലല്ലേ? എങ്കിൽ പിന്നെ നോക്കണ്ട. എന്നാ അതൊന്നും നേരത്തെ പറയായിരുന്നു. ഞാനേ ഇപ്പോഴാണ് അറിഞ്ഞത്. അല്ലെങ്കിൽ ഈ വാക്കിനും ഇല്ല എല്ലാത്തവന്മാരെ ഡീല് വെക്കാൻ കൊള്ളില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, അത് പിന്നെ ആ വണ്ടിത്താവളത്തിന് ഒരു നല്ല ടീം വരാന്ന് പറഞ്ഞിട്ടില്ലേ? അവരെ ചൊവ്വാഴ്ച അല്ല വെള്ളിയാഴ്ച വരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതെ, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശനിയാഴ്ചത്തേക്ക്. ശനിയാഴ്ചയോ? അർച്ചനയെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോന്നിനെ തപ്പിപ്പിടിച്ച് കൊണ്ടുവരുന്നത്. അതിനിടക്ക് നീയും ശനിയും ഞാനും പറഞ്ഞ് കളിക്കല്ലേ. എന്തായാലും ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. ബ്രോക്കറെ, നമുക്കൊരു പൊണ്ണുണ്ടാവും എടുക്കാൻ. അതിന് നീ കെട്ടിയല്ലേ? അതിനെന്താന്ന് ഒന്നുകൂടി കെട്ടിക്കൂടെ? നീ സീരിയസ് ആയിട്ട് പറഞ്ഞതാ? നമുക്ക് നോക്കടാ. ബെസ്റ്റ്. ഒരു ചായ. ഉണ്ണിക്കുട്ടാ, അയാളടുത്ത് സംസാരിക്കണ്ടാ, പിടിച്ച് കല്യാണം കഴിപ്പിച്ചോളേ. അവര് വരുന്നില്ല അത്ര. ഇയാൾക്ക് ഇതൊന്നും നേരത്തെ പറഞ്ഞാൽ മതി. ശാന്തയല്ലേ മുതല്? അവൾ തിന്നലും തുടങ്ങിയ പരിപാടിയൊന്നും അല്ല. പിന്നെ നിങ്ങൾ കുടുംബക്കാരായതുകൊണ്ടാണ് ഞാൻ കൂടുതലും പറയാത്തത്. ഓ, കുടുംബക്കാര് മുറച്ചെറുക്കൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ അവന് വളം വെച്ചു കൊടുക്കും. പിന്നെ അച്ഛനയ്ക്കായാലും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വേണ്ടാന്ന് വെച്ചോ. കല്യാണം മുടങ്ങിയത് നന്നായി. ആ, അവന് നമ്മളെ വലിയ കാര്യമൊക്കെയാ. ഇപ്പോഴേ ഇടയ്ക്കൊക്കെ വിളിക്കും. പക്ഷെ അവന്റെ തള്ള ശാന്തയുണ്ടല്ലോ, വിഷവിത്ത. ആ, അവര് വന്നെന്നാ തോന്നണേ. പിന്നെ പറയാം. അവര് വന്നില്ല അല്ലേ? ഇനിയിപ്പോ ഇന്നും ജംഗ്ഷൻ വരെ നടക്കണം. എന്നാ രാജന്റെ ഓട്ടോ പിടിച്ച് പോക്കോ? എന്തായാലും വൈകി. ഇനിയിപ്പോ നടക്കാം. എന്നാ പിന്നെ എന്തേലും കഴിച്ചിട്ട് പോ. എന്നിട്ട് വേണം അടുത്ത ബസ്സും കൂടി പോവാനല്ലേ? പിന്നെ ഇതൊക്കെ ആർക്കാ ഞാൻ വെച്ചുണ്ടാക്കുന്നേ? അമ്മ കഴിച്ചോ? കേബിളിന്റെ ഗ്യാസിന്റെ കാശ് ടിവിയുടെ മോളിൽ വെച്ചിണ്ടേ. അച്ഛന്റെ മരുന്നോ? ഷിബുവിന്റെ കാശ് കൊടുത്തുണ്ടാവും, വാങ്ങിക്കും. ആ, അച്ഛൻ മരുന്ന് കഴിച്ചോണേ. ഒരു 500 എഴുതട്ടെ? എടി, ഇത് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെയാ. 500 എഴുതാ. എടി, എന്താടി നീ കൃഷിക്കണ? എന്താടി? എടാ, ഒന്നും നടക്കില്ല. പോയി. എന്താണ്? പെയിന്റിൽ ഫൈബർ ഉണ്ടോ? എന്ത് പെയിന്റിൽ ഫൈബർ ഉണ്ടോ?
ടീച്ചറെ, യെസ്. നിങ്ങൾക്കെല്ലാം കുറച്ചുകൂടി ഉത്തരവാദിത്വം ഉണ്ടെന്നാട്ടോ ഞാൻ വിചാരിച്ചേ. എന്താ പ്രശ്നം? എന്താ പ്രശ്നം എന്നോ? അത് ശരി, നിങ്ങൾക്ക് ഇതൊരു പ്രശ്നം എന്താ മനസ്സിലായിട്ടില്ല. പിന്നെ ഞങ്ങൾ എന്ത് വിശ്വസിച്ച് ഞങ്ങളുടെ പിള്ളേരും കൂടെ പറഞ്ഞേക്കും? എന്തു പറ്റി? എന്തു പറ്റിന്നോ? മോളെ, നീ ഒന്ന് പുറത്തുനിന്ന് എനിക്ക് 2 വർത്താനോടെ പറയണം. ആ ചെല്ലേ. എന്റെ പൊന്നു ടീച്ചറെ, ഒന്നും വിചാരിക്കരുത്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇതെന്റെ ചേച്ചിയുടെ മോളാണ്. എനിക്കൊരു കടയാണ് ഈ ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ ഒക്കെ. ഇന്നലെ ഇവിടെ ചാര തല്ലിന്നോ പിച്ചിന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ വന്ന് ആകെ പ്രശ്നമാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാലേ, എന്റെ കടയുടെ ചാവി ഇവളുടെ വീട്ടിൽ അവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. ഇത് മനസ്സിലായോ? അപ്പൊ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ കാണിക്കണം, ചൂടാവണം, പിള്ളേരെയൊക്കെ പേടിപ്പിക്കണം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്ന്. അല്ല, എന്റെ ചാവി എടുത്ത് കെട്ടിലെടുത്തോ പറയണേ. അപ്പോ ഒന്നും വിചാരിക്കരുത്. പോട്ടെ. എവിടെ? ആ അതെ, എല്ലാ പ്രശ്നവും പറഞ്ഞു ഒതുക്കി തീർത്തിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞു. ചാവി എവിടെ നിന്ന് പറ. എപ്പ കഴിഞ്ഞു? മാമൻ വാ. എടി, ചാവി എവിടെ? അതൊക്കെ നമുക്ക് ശരിയാക്കാം. വാ. സത്യം പറ, നീ തട്ടുംപുറത്തല്ലോ ചേക്കണേ? അല്ല. അല്ലേ? അല്ല. എടി, ചാവി താടി. ഇവന്മാരിങ്ങനെ ഞാൻ വീട്ടിൽ പോയി പറഞ്ഞു കൊടുക്കും. എന്റെ കൈ മൊത്തം ചുവന്നു. മാസൂത്രികയെ പാസൂത്രികയെ സൂത്രിക മാവാന അപ്പടിയാണ്. സൂത്രിക നിന്റെ അടുത്തല്ലേ മിണ്ടായിരിക്കാൻ പറഞ്ഞേ? അവനെ തല്ലേട്ടാ. അബി, നീ അപ്പുറത്ത് വരുന്നേ. നിന്റെ ബുക്ക് കണ്ട, ആരും തല്ലിയിട്ടില്ല. ചാവി എവിടെ നിന്ന് പറ. എന്താ അവിടെ പ്രശ്നം? എന്താ ലേറ്റ് ആയ? അത് വരണ വഴിക്ക് മാമന്റെ പോയിരിക്കും. ഇത് ലാസ്റ്റ് ആണ്. ഇനി ഇവിടെ ആര് ബഹളം ഉണ്ടാക്കിയാലും എന്റെ സ്വഭാവം മാറി ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. പിന്നെ ബുക്കുതാ. അയ്യേ, ഇതെന്താ? ഞാൻ കാണിച്ചു തരാം. അനുവിനെ വിളിക്കടാ. അനു വിളിക്കണ. ചാവി എവിടെ? എടി, ചാവി എവിടെയെന്ന്? തമാശ കളിക്കല്ലോ കേട്ടോ. അതെ, യോ, എന്താ നിങ്ങക്ക് വേണ്ടേ? ടീച്ചറെ, ആ ചാവി എവിടെയെന്ന് ചോദിക്കോ? ചാവിയോ? ആ, ഈ ചാവിയില്ലേ, താക്കോൽ, എന്റെ കടയുടെ താക്കോലേ, അതെവിടെയെന്ന് ചോദിക്കോ? എവിടെയാന്ന് പറഞ്ഞു കൊടുക്കാനു? കോഴിക്കോട്ടിലുണ്ട്, പോയെടുത്തോ. കോഴിക്കോട്ടിലാ? ആ. താങ്ക് യു ടീച്ചർ. അടുത്ത ടീച്ചറെ, കാണിക്കാൻ ഇനി ഒരു സ്ഥലവും ബാക്കിയില്ല. വയനാട് തിരുനെല്ലിയിലേ ഒരു നല്ല വൈദ്യരുണ്ട്. ടിങ്കുന്റെ ഒക്കെ തറവാട് എവിടെ? ടിങ്കു? ആ, ഹസ്ബൻഡ്. ഓ, എന്താ ലേറ്റ്? കുറച്ച് പിള്ളേരുടെ പാരന്റ്സ് വന്നിരുന്നു. പെണ്ണ് കാണാൻ വന്നിട്ടെന്തായി? അവര് വന്നില്ല. രക്ഷയില്ല. ഇതെന്താ പയറ് കറിയോ? എടുത്തോ. നിങ്ങൾ എന്തിനാ അവിടെ ചൂടായ? പിന്നെ ചൂടാവാതെ ഒരു മുന്നറിയിപ്പ് പിരിച്ചുവിടാന്ന് പറഞ്ഞു. എവിടുത്തെ നിയമമാണത്? ചോദിക്കാനും പറയുന്നത് ആൾക്കാരുണ്ടല്ലേ? എന്താ സാറേ? എന്താ? എന്റെ ഷർണ ടീച്ചറെ താൽക്കാലികമായിട്ട് ആൾക്കാരനൊക്കെ പിരിച്ചുവിടാൻ പോകണമെന്ന്. അയ്യോ, നമ്മുടെ ജസ്റ്റിസ് സാറിന്റെ ജോലി പോവോ? ജസ്റ്റിസ് സാറിന്റെ മാത്രമല്ല, ഇവിടെ പലരുടെയും പണി പോവും. അതൊക്കെ എനിക്കറിയാം. ഇവനെന്താ ഹോണടിച്ച് മനുഷ്യനെ കൊല്ലാൻ നോക്കേ? എന്താ ഫോണിലെ ചേച്ചി? ചൂടാ ഇത്. അല്ലാതെ എഞ്ചിൻ ബോക്സ് ആണ്, അല്ലാതെ ഫ്രിഡ്ജ് അല്ല. ഇതാരാണ്? രുക്മിണിയുടെ മോളല്ലേ? അതെ അതെ, ഞാൻ നേരത്തെ പറഞ്ഞു. കല്യാണക്കാരൊക്കെ എവിടം വരെ ആയി? നോക്കുന്നുണ്ട് ചേച്ചി. അമ്മ പറഞ്ഞു 25 വയസ്സ് കഴിഞ്ഞാ പിന്നെ ചെറുക്കനെ കിട്ടാൻ പാടാണ് മോളെ. ഒറ്റപ്പാലത്തെ എന്റെ വീട് പണിത ഒരു കോൺട്രാക്ടർ പയ്യനുണ്ട്, മുരളി രാജൻ. ആ ചക്കന്റെ മുഖമല്ലേ ഈ പയ്യന്? ആ, നീ ശശികലയല്ലേ? നിന്റെ മോനെ എഞ്ചിനീയർ അല്ലേ? അവനിപ്പോ എന്താ ചെയ്യുന്നേ? ജോലി നോക്കിക്കൊണ്ടിരിക്കുക ചേച്ചി. ജോലിയൊന്നും ആയില്ലേ? ഓ, ബാംഗ്ലൂരെ ഒരു കമ്പനി ഉണ്ട്, പ്ലിക്കോട്ട്. മോളെ, ഞാൻ പറഞ്ഞതല്ലേ. അവിടുന്ന് വാങ്ങിയ ബാഗായത് എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. നന്നാവത്. പിന്നെ ഞാൻ വിളിക്കാം. ഇവിടെ ടിക്കറ്റ് എടുക്കാനാണോ ഉള്ളത്? ഈ ഭാഗത്ത് ആരോ ടിക്കറ്റ് എടുക്കാണ്ടല്ലോ. ആരോ? അയ്യോ, ഞാനെടുത്തിട്ടില്ല. രാമകൃഷ്ണേട്ടാ, നിക്ക്, ഞാൻ പറയട്ടെ. നിക്ക്, വീട്ടിന്റെ അടുത്ത് നിന്ന് ഒരു ചെക്കനെ വേണമെന്ന് പറഞ്ഞു കൊണ്ടുവന്ന് തന്നില്ലേ?
പൈസയും തരില്ല ഗ്ലാസും തരില്ല. പോരാത്തതിന് ഗവൺമെന്റ് ജോലി, 5 ശമ്പളം. ഇത്രയൊക്കെ എന്നെ കൊണ്ട് പറ്റുള്ളൂ. ബാക്കിയൊക്കെ അവർ മനസ്സിലാക്കി ജീവിക്കണം. ഇനി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതെന്റെ കേസല്ല, മനസ്സിലായോ? ക്ലാസ് അവിടെ അർച്ചന സ്കൂളിലോട്ട് വരുമായിരിക്കും അല്ലേ? കണ്ടത് എന്തായാലും നന്നായി. ഞാനുണ്ട്. അർച്ചന നിക്കർച്ചനെ ഒരു മിനിറ്റ്. ഞാനേ ലീല ചേച്ചിയുടെ അവിടത്തേക്ക് പോയത് അവരുടെ കുട്ടിയുടെ കാര്യത്തിന്. അതെന്തായി? അവര് വന്ന് പെണ്ണ് കണ്ടിട്ട് പോയി. ഇനി ജാതകം ചേരണം. നിന്റെ അവിടത്തേക്ക് അന്ന് വരാന്ന് പറഞ്ഞ ടീമില്ലേ മോളെ? നല്ല ടീമായിരുന്നു, പക്ഷെ യോഗമില്ല. 600 രൂപ ഉണ്ടോ കൊടുക്കാൻ? അച്ഛന്റെ കൊടുത്താണല്ലോ. കിട്ടി. തിരക്ക് കയറണേ, മറക്കാണ്. എത്ര കല്യാണാണ്. നീ പേടിക്കൊന്നും വേണ്ടോ, നമുക്ക് റെഡിയാക്കാം. എല്ലാം റെഡിയായി വരുമ്പോ ജാതകം കൊള്ളാവും. എന്ത് ചെയ്യാനാ മോളെ? പിള്ളേരെ കൊണ്ട് ഇത്ര ശല്യമില്ല. അതെ, ഒരു കാര്യം പറയാനുണ്ട്. ആ വണ്ടിത്താവളത്ത് വരാന്ന് പറഞ്ഞ നല്ല ടീമില്ലേ, അവർ വരില്ല കേട്ടോ. അവർക്ക് ഈ സൈസ് പട്ടിക്കാട്ടുന്ന പെണ്ണ് വേണ്ടെന്ന്. വണ്ടിത്താവളം പിന്നെ ജപ്പാനല്ലേ? അയ്യോ, ഗ്ലാസ് ഒന്നും വേണ്ടേ? നീ ചായ കുടിക്കാം. കാലിക്കുപ്പോഴെ ഞങ്ങളുടെ പറമ്പ് കളിച്ചാൽ നിങ്ങൾക്ക് ലൈസൻസ് ആണ്. ഈ തള നിങ്ങൾക്ക് ഒരു പണിയൊന്നുമില്ല. അവിടെ എന്തെങ്കിലും പ്രശ്നം നടക്കുമ്പോ വായും പൊളിച്ച് നോക്കിക്കാൻ. ഓടി എവിടെ നിന്ന്? ഷിബു, നീ ചായ കുടിക്കാനെ കുടിച്ചിട്ട് ഗ്ലാസ് ആത്തോണ്ട് വെച്ചേ, വെറുതെ കാഴ്ചയും കണ്ടിരിക്കും. ഷിബു, എടാ നീ മരുന്ന് വാങ്ങിയാ? അതവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ മറ്റേ ആളില്ല, ബ്രോക്കർ തണ്ടി കണ്ട കിണാപ്പന്മാരുടെ ഫോട്ടോയും കൊണ്ട് അഞ്ജുവിന്റെ വീടിന്റെ പരിസരത്ത് ഇറങ്ങിയ അയാളുടെ തലയടിച്ച് ഞാൻ പൊളിക്കണ്ട. ഇനി നീ അവളുടെ പിന്നാലെ നടന്ന ലീൽ ചേച്ചി നിന്റെ തലയടിച്ച് പൊളിക്കും. നീ അത് വിട്ടോട്ടാ. അവളുടെ കല്യാണം ഉറപ്പിച്ചു. കല്യാണോ? അല്ല, അതെങ്ങനെ ശരിയോ? കല്യാണം ഉറപ്പിക്കാൻ പോണെന്നാ നിങ്ങളോട് ആര് പറഞ്ഞു? ആ ബ്രോക്കർ വേണ്ടി അല്ല, ആ ബ്രോക്കർ. ഹലോ, ഞാനാണ്. നാളെ ചിലപ്പോ നല്ലൊരു ടീം വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവരിപ്പോ വിളിച്ചോളൂ. നാളെയോ? മോൾക്ക് സ്കൂളുള്ളതാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശനിയോ ഞായറോ മതി പറഞ്ഞല്ലേ. മാധവട്ടാ, നിങ്ങൾ ഈ മംഗലയോഗം എന്ന് കേട്ടിട്ടുണ്ടോ? അതിന് ശനി ഞായറൊന്നും ഇല്ല. അപ്പൊ ശരി, നാളെ. ഓരോന്ന് തപ്പിപ്പിടിച്ച് കൊണ്ടുവരുമ്പോ ഇയാളുടെ ഓരോ. അർച്ചനേ, ഹലോ, എത്ര നേരമായി വിളിക്കണു? അവരിതുവരെ വന്നില്ലല്ലോ. മോൾക്കാണെങ്കിൽ നേരം വഴിയായിരുന്നു. വരില്ലേ? ഹലോ ഹലോ, ഞാൻ പോവാ. നിങ്ങൾ എന്താ ചേച്ചി? ഏട്ടോ, അമ്മ എനിക്ക് വീട്ടില് കല്യാണാലോചനയൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. നീ ആദ്യം ഒന്ന് കല്യാണം കഴിച്ച് നമുക്ക് പാർക്കിൽ പോണോ സിനിമയ്ക്ക് പോണോ? ആദ്യം നമുക്ക് പാർക്കിൽ പോണോ അത് സിനിമയ്ക്ക് പോണോന്ന്? ആദ്യം നമുക്ക് പാർക്കിൽ പോകാം, എന്നിട്ട് സിനിമയ്ക്ക് പോവാം. അച്ചാച്ചോ, ഓയ് ഉറങ്ങിയത് മതി. സ്ഥലമെത്തി. സ്ഥലമെത്തിയത് ഞാൻ വിളിക്കാൻ മറന്നു.
ഇതെന്താ കറക്റ്റ് ആയിട്ട് ചെയ്യാത്തെ? എത്ര പ്രാവശ്യം പറയണ അദ്വൈത്? ഇത് അർച്ചന ടീച്ചറെ. ആ ഇതാ വരണം. ഇത് എഴുതിട്ടോ പ്രോപ്പറായിട്ട്. എന്താ ടീച്ചറെ? പ്രിൻസിപ്പൾ വിളിച്ചിരുന്നോ? ഇല്ല. എന്നെ ജസ്റ്റിൻ സാർ വിളിച്ചിരുന്നു. ലിസ്റ്റില് ടീച്ചറിന്റെ കൂടെ പേരുണ്ടെന്ന് കേട്ടോ പറയണേ. ജോലി നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാം. പെട്ടെന്ന് ശമ്പളം നിന്നാ കയ്യിന്ന് പോവില്ല. ടീച്ചറെ ഫ്രീ പീരീഡ് അല്ലേ, കളിക്കാൻ പോയിക്കോട്ടെ? വേണ്ട വേണ്ട, ഞാൻ ദേ വരുന്നു. എന്തായാലും ടീച്ചർ ഒന്ന് സംസാരിച്ച് നോക്ക്, നമുക്ക് നോക്കാം. എന്നാ ഞാൻ ക്ലാസ്സിലേക്ക് പോട്ടെ. ശരി. ഒരു മിനിറ്റ്. നീ പോടാ. എന്തേ? അതെ, ഇയാൾ അനുവിനെ ക്ലാസ് കയറ്റിട്ട് പോവാൻ നോക്ക്. ടീച്ചർ, ആ ചാവി എവിടെ വെച്ചിരിക്കുന്നു ചോദിക്കുവോ പ്ലീസ്? തനിക്കത് അവള് കാണാത്ത എവിടെയെങ്കിലും വെച്ചാ പോലെ. ടീച്ചർ ഒന്ന് പറയുന്നു മനസ്സിലാക്ക്. എവിടെ വെച്ചാലും ഇവിടെ എടുക്കാണെന്നേ. തട്ടുംപുറത്ത് വെച്ചു, അവിടെ നിന്ന് എടുത്തു. അലമാരിക്കുള്ളി വെച്ചു, അവിടെ നിന്ന് എടുത്തു. എവിടെ വെച്ചാലും എടുക്കാണ് ഈ കുരുത്തം കെട്ടവള്. ഒന്ന് ചോദിക്കോ പ്ലീസ്? ചാവി എവിടെയാനു? ചാവി എവിടെ? പറയാനോ ടീച്ചറിനോട് പറ. സർ. എന്താ ടീച്ചറെ, ക്ലാസ്സിനൊക്കെ ഭയങ്കര ബഹളാണല്ലോ. അതൊരു കുട്ടിയുടെ മാമൻ താക്കോലെന്തോ. താക്കോലോ? ടീച്ചർ ഇരിക്കൂ. അതെ, ടീച്ചർക്ക് അറിയാലോ, ടെമ്പററി സ്റ്റാഫിനൊക്കെ പിരിച്ചുവിടാനാണ് മാനേജ്മെന്റ് തീരുമാനം. ശാലോമിലൊരു വേക്കൻസി ഉണ്ട്, ടീച്ചർ വേണമെങ്കിൽ അപ്ലൈ ചെയ്തോളൂ. ഞാൻ വിളിച്ചു പറയാം. ഞാൻ PSC ഒക്കെ അടുത്ത് തന്നെ എക്സാം ഉണ്ട്. ദാറ്റ്സ് ഗുഡ്. ടീച്ചർ, അപ്പോൾ ഈ മന്ത് അവസാനിക്കാൻ ഒരാഴ്ചയും കൂടി അല്ലേ ഉള്ളോ? ടീച്ചർ ലീവ് ചെയ്തോളൂ. നിങ്ങളൊക്കെ പറഞ്ഞു വിടുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ടീച്ചറൊന്നും വിചാരിക്കരുത് പ്ലീസ്. നരകം നിങ്ങളെ വിളിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. എനിക്ക് ഒരു പൂന്തോട്ടം മുഴുവനുള്ള എനിക്ക് എന്തിനാണ് നിന്റെ ഈ പൂ എന്റെ വന്നൂട്ടോ. നീ മോൻ കഴിയ റെഡിയാവ്. ഷൈനിയ ക്ലാസ് എങ്ങെടുത്തെ? ഇത് കഴുകണ്ടേ? പിന്നെ വേഗാവട്ടെ. ഇതാണ് പയ്യൻ. ചായ കുടിക്ക. ഇത് കുറച്ചുനാള് മുമ്പെടുത്ത ഫോട്ടോയാണേ. ഇപ്പൊ ഇതിനേക്കാളും കാണാൻ കൊള്ളാം. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങാനിരിക്കായിരുന്നു. ഫോട്ടോയും കണ്ടു, ഇതാ ഇപ്പൊ പെണ്ണിനെയും കണ്ടു. പെണ്ണടിപൊളിയാ, സൂപ്പറാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളിയാ. ഓക്കെ അല്ലേ? അതെ, ഓക്കെയാണ്. പയ്യൻ നിശ്ചയത്തിന് ഉണ്ടാവില്ല. കല്യാണത്തിനുണ്ടാവില്ലേ? കല്യാണത്തിനും ഉണ്ടാവില്ല. അയ്യോ, കല്യാണത്തിനുണ്ടാവും. അപ്പം നല്ലൊരു ദിവസം നോക്കി നമുക്ക് നിശ്ചയം നടത്തിയാലോ? പിന്നെ പ്രസാദിന്റെ ലീവ് അനുസരിച്ച് മാരേജ് ഡേറ്റ് ഫിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഏപ്രിൽ നിശ്ചയം വെച്ചിട്ട് മെയിൽ കല്യാണം നടത്താം. എന്താ? അതെ, ഞങ്ങള് ഒന്ന് ആലോചിച്ചിട്ട് പറയാം. മതി 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 മതി. പറഞ്ഞാ മതി. ശരി, അർച്ചനയുടെ നമ്പർ വാങ്ങിയിട്ടുണ്ട്. പ്രസാദ് ഒന്ന് വിളിക്കും. ശരി, എന്നാ കാണാം. അപ്പൊ കാണാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. ആരെ? പെണ്ണിനാ. നിങ്ങൾക്കല്ല, പ്രസാദിന് ഇഷ്ടപ്പെടുവോ? അതൊക്കെ ഞാൻ